എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് പോയിന്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ മോഡൽ ഓക്സിലറീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ വെർബ് ഫ്രൈസസ് ആയിട്ടുള്ള വിൽ ബി, വിൽ ഹാവ്, ഷുഡ് ബി, ഷുഡ് ഹാവ്, മേ ബി, മേ ഹാവ്, അതെല്ലാം ഇപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കിടക്കുന്നത് ക്യാൻ ബി, ക്യാൻ ഹാവിലേക്കാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കിടക്കുന്നത്. ഈ ക്യാൻ ബി, ക്യാൻ ഹാവ് മോഡൽ വെർബ് ഫ്രേസസ് ആണ്. അപ്പോൾ ഈ ഫ്രേസസ് വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അറിയാതെ ഒരുപാട് വർത്തമാനങ്ങളിൽ പെടുത്തുന്ന കാര്യങ്ങൾ പിന്നീട് ഗ്രാമർ പഠിച്ച് വരുമ്പോഴത്തേക്കാണ് ഈ പ്രയോഗമാണ് നമ്മളവിടെ പ്രയോഗിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ക്യാൻ ബി ഉപയോഗിച്ചും ക്യാൻ ഹാവ് ഉപയോഗിച്ചും നമ്മൾ പല സന്ദർഭങ്ങളിലും സംസാരിക്കുന്നുണ്ട്. മറ്റ് ഇംഗ്ലീഷിൻ്റെ ഈ ഘടകങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാൻ ബിയിലേക്ക് കിടക്കാം. ക്യാൻ എന്നുള്ളത് അറിയാമല്ലോ, എന്താണ് അർത്ഥം? കഴിയും, മോഡൽ ഓക്സിലറിയാണ്. ഈ ക്യാൻ ബി പ്രയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ നമുക്കൊന്ന് നോക്കിക്കളയാം. ഏതൊക്കെയാണ് ഈ ക്യാൻ ബി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പറയുന്ന സെൻറ്റൻസുകൾ എന്നുള്ളത്? ഇപ്പോൾ നമ്മളൊരു കുട്ടിയോട് പറയുകയാണ്, അലസനാകരുത്, ഇങ്ങനെ മടി പിടിച്ചിരിക്കരുത്, നിനക്ക് നല്ലൊരു വിദ്യാർത്ഥിയാകാൻ കഴിയും. അപ്പം നിനക്കാകാൻ കഴിയും, ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ക്യാൻ ബി പ്രയോഗം വന്ന് നിൽക്കുന്നതാണ്. നന്നായിട്ട് ജോലി ചെയ്യും, നന്നായിട്ട് പാടുപെടുക, നിനക്കൊരു കാശുകാരനാകാം, നീ എന്തിനാ ഈ ദിവസവും ഈ ലോട്ടറി ടിക്കറ്റ് മേടിച്ച് കിടക്കുന്നത്? ചിലപ്പം പറയുകയല്ലോ, ഭാര്യമാരെങ്കിലും ഭർത്താക്കന്മാരോടാണെങ്കിലും പറയും, നന്നായിട്ട് ജോലി ചെയ്യ്, നിനക്ക് അല്ലെ നിങ്ങൾക്ക് നല്ലൊരു കാശുകാരനാകാം, നിങ്ങൾക്ക് ആകാം. അത് ക്യാൻ ബി ഉൾപ്പെടുന്ന പ്രയോഗമാണ്. എനിക്ക് ഇവളുടെ കഴിവുകൾ അറിയാം, ഇവൾക്കൊരു ഡോക്ടറാകാൻ കഴിയും. അപ്പോൾ എനിക്ക് ഇവളുടെ കഴിവുകൾ അറിയാം, ഇവൾക്ക് ഒരു ഡോക്ടറാകാൻ കഴിയും, അപ്പം ഇവൾക്കാകാൻ കഴിയും. ഇങ്ങനെ ആകാൻ കഴിയും, എനിക്കാകാൻ കഴിയും, നിങ്ങൾക്കാകാൻ കഴിയും, നമുക്കാകാൻ കഴിയും, അവനാകാൻ കഴിയും. ഇങ്ങനെ ആകാൻ സാധിക്കും, ആകാൻ പറ്റും, ആകാൻ കഴിയും. ഇങ്ങനത്തെ അർത്ഥധ്വനി കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആ മോഡൽ വെർബ് ഫ്രേസാണ് ഏത്? ക്യാൻ ബി എന്നുള്ളത്. ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ മലയാളം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഉപയോഗിക്കാം, എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ക്യാൻ ബി ഉപയോഗിച്ച് അലസനാകരുത്, മടി പിടിച്ചിരിക്കരുത്, നിനക്ക് നല്ലൊരു വിദ്യാർത്ഥിയാകാൻ പറ്റൂടാ. അത് നമ്മൾ സാധാരണ പറയുന്നതല്ലേ കുട്ടികളോടൊക്കെ. ഡോണ്ട് ബി ലേസി, അലസനാകരുത്. യു ക്യാൻ ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. അവിടെ യു ക്യാൻ ബി, നിനക്കാകാൻ പറ്റും, നിനക്കാകാൻ കഴിയും, നിനക്കാകാൻ സാധിക്കും, ഒരു നല്ല വിദ്യാർത്ഥി. യു ക്യാൻ ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. നന്നായിട്ട് ജോലി ചെയ്ത്, നന്നായിട്ട് കഷ്ടപ്പെട്, നിനക്കൊരു സമ്പന്നനാകാൻ പറ്റും, നിനക്ക് കാശുകാരനാകാൻ പറ്റും. വർക്ക് ഹാർഡ്, നന്നായിട്ട് ജോലി ചെയ്യ്, നിനക്കാകാൻ പറ്റും. യു ക്യാൻ ബി എ റിച്ച് മാൻ, യു ക്യാൻ ബി എ വെൽത്തി മാൻ, യു ക്യാൻ ബി, നിനക്കാകാൻ പറ്റും, നിനക്കാകാൻ കഴിയും. എനിക്ക് ഇവളുടെ കഴിവുകളൊക്കെ നന്നായിട്ടറിയാം, അവൾക്കൊരു ഡോക്ടറാകാനൊക്കെ പറ്റും, അതുകൊണ്ട് അവളെ മെഡിസിന് ചേർക്ക് നമ്മൾ ഉപദേശിക്കുകയാണ്. ഐ നോ ഹർ സ്കിൽസ്, എനിക്ക് അവളുടെ സ്കില്ലുകളൊക്കെ അറിയാം. ഷീ ക്യാൻ ബി, അവൾക്കാകാൻ പറ്റും, അവൾക്കാകാൻ കഴിയും. എന്ത്? എ ഡോക്ടർ, അവൾക്കൊരു ഡോക്ടറാകാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പോൾ എനിക്കാകാൻ കഴിയും, നിങ്ങൾക്കാകാൻ കഴിയും, അല്ലെ നിങ്ങൾക്കാകാൻ പറ്റും, ഞങ്ങൾക്കാകാൻ പറ്റും. ഇങ്ങനെ വരാൻ നേരത്ത് ഏതാണ് ആ സബ്ജക്റ്റിൻ്റെ കൂടെ ഈ ക്യാൻ ബി പ്രയോഗമിട്ട് പിന്നെ എന്താണ് ആകാൻ പറ്റുന്നത് അതങ്ങ് ചേർത്താൽ മതി. എനിക്ക് കാശുകാരനാകാൻ പറ്റും എന്ന് പറയാൻ നേരത്തെ എനിക്കാകാൻ പറ്റും, എന്താണ് ഞാൻ. അതിനുശേഷം എന്താ എടുക്കേണ്ടത്? പ്ലസ് ക്യാൻ ബി ചേർത്തേക്കുക. അപ്പോൾ ഐ ക്യാൻ ബി ആയില്ലേ. പിന്നെന്താ ആകാൻ പറ്റും? കാശുകാരനാകാൻ പറ്റും. ഐ ക്യാൻ ബി എ റിച്ച് മാൻ. അപ്പോൾ ഇനി നമ്മുടെ ഈ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ. ആ സ്ട്രക്ചറിലാണല്ലോ നമ്മളിത് മുന്നോട്ട് സെൻറ്റൻസ് കൊണ്ടുവരുന്നത്. സബ്ജക്റ്റ് പ്ലസ് ക്യാൻ ബി പ്ലസ് ബാലൻസ് എന്താണോ അതങ്ങിട്ട് കൊടുത്തേക്കുക. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബാലൻസ് എന്ന് പറയുന്നത്.
ബാക്കിയുള്ളത് എന്താണോ ചേർത്ത് പറഞ്ഞേക്കുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ക്യാൻ ബി പ്ലസ് എന്താണോ പറയാനുള്ളത് അത്. അപ്പോൾ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഇതൊരു പുതിയ ചാനലാണ്. ഈ വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും കൂടെ വേണം. എങ്കിൽ മാത്രമേ യൂട്യൂബിലൂടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ വീഡിയോ അല്ലേ ചെയ്യുന്നത്, എന്തിനാണ്? നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് എങ്ങനെയാണോ ഒരു ഉപദേശം തരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഓറൽ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക, തുടരുക. നിങ്ങൾക്കൊരു നല്ല വർത്തമാനക്കാരനാകാം, ടോക്കറാകാം. അപ്പോൾ ഇതെങ്ങനെയാണ് ക്യാൻ ബി വെച്ച് പറയുന്നത്? ഇപ്പം നിങ്ങൾ തുടരുക എന്നുള്ളത് എന്താണ്? കണ്ടിന്യൂ യുവർ ഓറൽ പ്രാക്ടീസ്. നിങ്ങൾക്ക് ഒരു നല്ല ടോക്കറാകാം. അപ്പോൾ സബ്ജക്റ്റ് ഏതാ? നിങ്ങൾ. അത് കഴിഞ്ഞ് എന്തിടണം? ക്യാൻ ബി. അപ്പോൾ എന്താണ്? യു ക്യാൻ ബി. നിങ്ങൾക്കാകാൻ പറ്റും. എന്താകാൻ പറ്റും? ബാലൻസ് ഇടുക. എ ഗുഡ് ടോക്കർ. അപ്പോൾ കണ്ടിന്യൂ യുവർ ഓറൽ പ്രാക്ടീസ്. യു ക്യാൻ ബി എ ഗുഡ് ടോക്കർ. എല്ലാ ദിവസവും വ്യായാമം ചെയ്ത് നിത്യേന വ്യായാമം ചെയ്യുക. എടാ, നിനക്ക് നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാകാം. ഈ രാവിലെ ഒന്ന് ഇതേപോലെ കിടന്നുറങ്ങാമെന്നൊക്കെ അമ്മമാർ വന്നിട്ട് പറയും. നിത്യേന ഒന്ന് വ്യായാമം ചെയ്യ്, നിനക്ക് ആരോഗ്യമുള്ളൊരു മനുഷ്യനാകാം. ഏതാണ്? ഡു എക്സർസൈസ് ഡെയിലി. നിത്യേന വ്യായാമം ചെയ്യ്, നിനക്ക് ആരോഗ്യമുള്ളൊരു മനുഷ്യനാകാം. നിനക്കാകാം. സബ്ജക്റ്റ് നീ, യു. അത് കഴിഞ്ഞ് എന്താണ്? പ്ലസ് ക്യാൻ ബി ഇട്ട് കൊടുക്കണം. യു ക്യാൻ ബി. എന്താകാം? ബാലൻസ് ഇട്ട് കൊടുത്ത ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, എ ഹെൽത്തി മാൻ. അപ്പം നിനക്ക് ആരോഗ്യമുള്ളൊരു മനുഷ്യനാകാം എന്ന് പറയുന്നത് എങ്ങനെ വരും? യു ക്യാൻ ബി എ ഹെൽത്തി മാൻ. അപ്പോൾ ഇനി നമുക്ക് ഈ സാധാരണ മറ്റു വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഈ പോസിറ്റീവ് സെൻറ്റൻസിന് നെഗറ്റീവ് സെൻറ്റൻസ്, പിന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണല്ലോ നമ്മൾ ഓരോ വീഡിയോയിലും ചെയ്തു പോന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ഒരു സാമ്പിൾ ഞാനത് പറഞ്ഞു തരാം. ഈ ഒരു സാമ്പിൾ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം, ഇത് സാധാരണഗതിയിലൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില നേരം ചില കാര്യങ്ങൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടും നമ്മൾ പറയാം. പക്ഷേ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, പോസിറ്റീവ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇതൊന്നും നമ്മൾ വർത്തമാനത്തിൽ ഉപയോഗിക്കാറില്ല. കാരണം അതൊക്കെ ഉപയോഗിക്കാൻ അത്തരം നമ്മൾ എന്ത് ആശയമാണോ എന്ത് ചോദ്യമാണോ ചോദിക്കാൻ പോകുന്നത്, അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ വേറെ ലളിതമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സെൻറ്റൻസ് എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, അതിൻ്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം. ഇത് പ്രധാനമായിട്ടും പറയുന്നത് സ്പോക്കൺകാർക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് അക്കാഡമിക്കായിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസ് കിട്ടിയാൽ അതെങ്ങനെ ഈ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റാം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം നമുക്കെടുക്കാം. നിനക്ക് നല്ലൊരു വിദ്യാർത്ഥിയാകാൻ കഴിയും. നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞല്ലോ, അരസനാകരുത്, നിനക്ക് നല്ലൊരു വിദ്യാർത്ഥിയാകാൻ കഴിയും. അപ്പം നിനക്ക് നല്ലൊരു വിദ്യാർത്ഥിയാകാൻ കഴിയും. അതെങ്ങനെയാണ് നമ്മളവിടെ പറഞ്ഞത്? നീ സബ്ജക്റ്റ് യു പ്ലസ് ക്യാൻ ബി. അപ്പോൾ യു ക്യാൻ ബി, നിനക്കാകാൻ കഴിയും ഒരു നല്ല വിദ്യാർത്ഥി, എ ഗുഡ് സ്റ്റുഡൻറ്റ്. പിന്നെ അത് ചിലപ്പം നമ്മൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ചിലപ്പം വന്നേക്കും. എങ്ങനെ? ഇങ്ങനെയൊക്കെയാണ് നിൻ്റെ പഠിത്തമെങ്കിലേ നിനക്ക് അങ്ങനെ നല്ലൊരു വിദ്യാർത്ഥിയാകാനൊന്നും പറ്റുകയില്ല കേട്ടോ. അത് ചിലപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരും. അപ്പം നമ്മൾ യു ക്യാൻ ബി എ ഗുഡ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പം അവിടെ നെഗറ്റീവാക്കാൻ എന്ത് ചെയ്താൽ മതി? മറ്റു വീഡിയോകളിലൊക്കെ എന്താ ചെയ്തത് അത് തന്നെ ചെയ്താൽ മതി. ആ പോസിറ്റീവ് സെൻറ്റൻസിലെ മോഡൽ ആക്സിലറി വെർബിൻ്റെ റൈറ്റ് സൈഡ് വലതുവശത്ത് നോട്ട് അഥവാ ഇൻഡ് ചേർത്താൽ പോരെ. അപ്പോൾ യു ക്യാൻ ബി എ ഗുഡ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ക്യാനിൻ്റെ വലതുവശത്ത് നോട്ട് ചേർക്കുക. അപ്പോൾ എന്താണോ? യു കനോട്ട് ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. അതല്ലെങ്കിൽ ഇൻഡ് ചേർക്കുക ക്യാനിൻ്റെ വലതുവശത്ത് റൈറ്റ് സൈഡിൽ. അപ്പോൾ എന്തായി? യു കോൺട്ട് ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയില്ലേ? അപ്പോൾ എന്താണ്? നിനക്ക് ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയില്ല. പിന്നെ നിനക്കൊരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയുമോ? ചിലപ്പം വേണമെങ്കിൽ ചോദിക്കാം. ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴാണ് ചോദിക്കേണ്ടി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല.
ഇങ്ങനെയുള്ള സെൻറ്റൻസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ലെന്ന് പറയുമ്പോഴും ശരിയാണ്. സാധാരണ വർത്തമാനത്തിലൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ച് കേട്ടിട്ടുമില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അപൂർവമായിട്ട് ചില നേരം ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പം നിനക്ക് നല്ലൊരു വിദ്യാർത്ഥിയാകാൻ കഴിയുമോ? അപ്പം അവൻ്റെ അലസതയൊക്കെ കാണുന്ന ആളാണ്. അതുകൊണ്ട് ചോദിക്കുക, നിനക്ക് ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയുമോ? അപ്പോൾ ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ്? യു ക്യാൻ ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. ആ ക്യാൻ എന്ന ആക്സിലറി വെർബ് എടുത്ത് ഏറ്റവും ആരംഭത്തിൽ കൊണ്ടുവരിക. എന്താണ്? ക്യാൻ യു ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്? നിനക്കൊരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയുമോ? നിനക്കൊരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആ പോസിറ്റീവ് ക്വസ്റ്റ്യനിൽ സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവന്ന് ക്യാനിൻ്റെ വലതുവശത്ത് എൻട്രി ചേർക്കുക, റൈറ്റ് സൈഡ്. അപ്പോൾ എന്താണ്? കാണ്ട് യു ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്? അപ്പം നിനക്കൊരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയും. യു ക്യാൻ ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. നിനക്കൊരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയില്ല. യു കനോട്ട് ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. നിനക്കൊരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയുമോ? ക്യാൻ യു ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്? അല്ല, നിനക്കൊരു നല്ല വിദ്യാർത്ഥിയാകാൻ കഴിയില്ലേ? കാണ്ട് യു ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്? ഒരു സാമ്പിൾ തന്നേ ഉള്ളൂ. സ്പോക്കൺ ഇംഗ്ലീഷിന് ഈ മറ്റു രൂപങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. എങ്കിലും അക്കാഡമിക് സ്റ്റുഡൻസ് ഇത് മനസ്സിലാക്കി വയ്ക്കുക. സ്ട്രക്ചർ മനസ്സിലായല്ലോ. സബ്ജക്റ്റ് എ പ്ലസ്, ക്യാൻ ബി പ്ലസ്, എന്താണ് ബാലൻസ്, എന്താണ് പറയാനുള്ളത് അത്. ഇതിപ്പോൾ ഈ 4 രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്നാൽ ചില അവസരങ്ങളിൽ നമ്മളൊക്കെ പറയാൻ സാധ്യതയുള്ള ചില ഒരു 2-3 നെഗറ്റീവ് ലൈൻസ് ഞാൻ പറയാം. ഇപ്പം എനിക്ക് ആരുടെയും അടിമയാകാൻ കഴിയുകയില്ല എന്ന് നമ്മൾ പറയുന്ന പിള്ളേരൊക്കെ വഴക്കിടാൻ നേരത്തൊക്കെ ചിലപ്പം വീട്ടുകാരോടൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്ന് പറയും. അമ്മമാരോടൊക്കെയാണ് ഇങ്ങനെ തട്ടിക്കയറുന്നത്. എനിക്കാരുടെ അടിമയാകാനൊന്നും പറ്റുകയില്ല കേട്ടോ, എനിക്കാരുടെ അടിമയാകാനൊന്നും പറ്റുകയില്ല. അപ്പോൾ അവിടെ എന്താ നമ്മൾ പറയുന്നത്? ഐ കോൺ ബി. എനിക്കാകാൻ കഴിയുമോ എന്നുള്ളത് ഐ ക്യാൻ ബി അല്ലേ. അപ്പോൾ എനിക്കാകാൻ കഴിയില്ല എന്നിങ്ങനെ പറയും. ഐ കോണ്ട് ബി, ഐ കനോട്ട് ബി, ഐ കോൺ ബി എ സ്ലേവ് ഓഫ് എനി വൺ. ഇവൾക്കങ്ങനെ സീരിയസ് ആകാനൊന്നും പറ്റുകയില്ല. ഇവൾക്ക് സീരിയസ് ആകാൻ കഴിയില്ല. ഗൗരവക്കാരിയാകാൻ അവൾക്ക് പറ്റുകയില്ല. അവൾക്കാകാൻ കഴിയുകയില്ല. അവൾക്കാകാൻ കഴിയും എന്താണ്? ഷീ ക്യാൻ ബി. അവൾക്കാകാൻ കഴിയില്ല. ഷീ കോൺ ബി. ഷീ കോൺ ബി സീരിയസ്. അവൾക്ക് സീരിയസ് ആകാൻ കഴിയില്ല. എനിക്ക് സംഗീതം ആസ്വദിക്കാൻ പറ്റും, പക്ഷേ എനിക്കൊരു നല്ല ഗായകനാകാൻ പറ്റുകയില്ല, കഴിയില്ല. ഐ ക്യാൻ എൻജോയ് മ്യൂസിക്. എനിക്ക് സംഗീതം ആസ്വദിക്കാൻ പറ്റും, പക്ഷേ എനിക്ക് നല്ല പാട്ടുകാരനൊന്നും ആകാൻ പറ്റുകയില്ല. ഐ കോൺ ബി. എനിക്കാകാൻ കഴിയില്ല. ഐ ക്യാൻ ബി. എനിക്കാകാൻ കഴിയും. ഐ കോൺ ബി. എനിക്കാകാൻ പറ്റുകയില്ല എ ഗുഡ് സിംഗർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് തോന്നുന്ന ഉണ്ടാക്കിയെടുക്കുക. ഇനി ക്യാൻ ബി ഉപയോഗിക്കുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കിപ്പോകാം. ഇപ്പം ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെയും കൂടെ കാണുന്നു. അപ്പം പറയുകയാണ് അവർ കണ്ടിട്ട് ഭാര്യാഭർത്താക്കന്മാരാണെന്ന് തോന്നുന്നു പറയും. ഈ ക്യാൻ ബി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സാധ്യത കാണിക്കുന്നതാണ്. അവിടെ സംശയബോധമല്ല, കണ്ടിട്ട് അവർക്ക് ഭാര്യാഭർത്താക്കന്മാരാകാനായിട്ടുള്ള യോഗ്യതയുണ്ടെന്നുള്ള ബോധത്തിലാണ് നമ്മളത് പറയുന്നത്. ഒരു ഭാര്യാഭർത്താക്കന്മാരാകാം, അവരായേക്കാം. ദേ ക്യാൻ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇത് അവരുടെ പുതിയ കടയായേക്കാം, ഇതായേക്കാം. ഇതിനൊക്കെ ഒരു ഉറപ്പുണ്ട്. ഇവിടെ ഒരു പോസിബിലിറ്റി, സാധ്യത പറയുമ്പോഴും അങ്ങനെയാകാനാണ് കൂടുതൽ സാധ്യത. ഒരു സംശയം വലുതായിട്ട് അവിടെ വരുന്നില്ല. അപ്പോൾ ഇതായേക്കാം. ദിസ് ക്യാൻ ബി ദയർ ന്യൂ ഷോപ്പ്. അവരുടെ പുതിയ കട. ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന ഇനി തുടർന്നുള്ള ദിവസങ്ങളൊക്കെ തെളിഞ്ഞതാകാം, ഇനി 2-3 ദിവസം വെയിലുള്ള ദിവസങ്ങളാകാമെന്ന് പറയും. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ വെയിലുള്ളതാകാം, തെളിഞ്ഞതാകാം. അവിടെ എന്താണ്? ഇറ്റ് ക്യാൻ ബി സണ്ണി ഡേയ്സ്. സണ്ണി ഡേയ്സ്, തെളിഞ്ഞ ദിനങ്ങൾ എഹഡ്, മുന്നോട്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി സണ്ണി ഡേയ്സ് എഹഡ്. അവരെ കണ്ടിട്ട് അവർ ഒരേ രാജ്യത്ത് നിന്നുള്ളവരാണെന്ന് തോന്നുന്നു. നമ്മൾ ചിലപ്പം പറയും വിദേശികൾ ഒരുപാടൊക്കെ ഇറങ്ങുന്ന കാലമല്ലേ.
ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊരേ രാജ്യത്തു നിന്നുള്ളതാകാം. അപ്പോൾ എന്താണ്, ദേ ക്യാൻ ബി ഫ്രം എ സെയിം കൺട്രി, അല്ലെങ്കിൽ ദേ ക്യാൻ ബി ഫ്രം എ സെയിം കൺട്രി. അപ്പോൾ ഈ ക്യാൻ ബി പ്രയോഗത്തിൽ നമ്മൾ എങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ മൊത്തത്തിൽ പറഞ്ഞതിൽ നിന്ന് കാണുന്നത്? കഴിവുകൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മളത് ഉപയോഗിക്കുന്നു. എന്താണ്, അവൾക്കൊരു ഡോക്ടറാകാൻ കഴിയുമെന്ന് പറയുന്നു, സാധ്യത കാണിക്കുന്നു, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ തെളിഞ്ഞതാകാമെന്ന് കാണിക്കുന്നു, തീർച്ചയില്ലാത്ത എന്നാൽ ചെറിയ നേരിയ സംശയത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ നമ്മൾ ഈ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്, മഹത്തായ പ്രവചനമല്ല, നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്തെല്ലാം ഇനി അങ്ങോട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളെ സാധ്യത, അതുപോലെ തന്നെ നമ്മുടെ എബിലിറ്റീസ്, കഴിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്യാൻ ബി വെച്ച് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, ഐ ക്യാൻ ബി എനിക്കാകാൻ കഴിയും, യു ക്യാൻ ബി നിങ്ങൾക്കാകാൻ കഴിയും, ആൾ ക്യാൻ ബി എല്ലാവർക്കും ആകാൻ കഴിയും. അങ്ങനെ എന്താണോ ആകാൻ കഴിയുന്നത് അത്തരം കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഈ ക്യാൻ ബി ഉപയോഗിക്കുന്നത്. മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ സ്പോക്കൺകാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഈ ക്യാൻ ബി പ്രയോഗങ്ങൾ എല്ലാം സ്പോക്കണിൽ ഉപയോഗിക്കാനായിട്ടല്ല പറഞ്ഞു തന്നിരിക്കുന്നത്. ആവശ്യമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ ഉപയോഗിക്കുക, അല്ലാത്തത് ഉപയോഗിക്കാൻ നമ്മൾ ഒരുപാട് ലളിതമായിട്ടുള്ള വേറെ സെൻറ്റൻസ് ഘടനകൾ പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയുകയും ചെയ്യും. അക്കാഡമിക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഉന്നയിച്ച് ഈ നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാൻ ഹാവിലേക്കൊന്ന് കിടക്കാം. ക്യാൻ ബി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ക്യാൻ ഹാവിലേക്ക് കിടക്കാം. ഇപ്പം ക്യാൻ ഹാവിലേക്ക് കിടക്കാൻ നേരത്തെ ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഈ ക്യാൻ ബി ഫോളോ ചെയ്തതുപോലെ എത്ര ഒരു ലളിതമായ രീതിയിൽ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് ക്യാൻ ഹാവ്. ഇപ്പം ക്യാൻ ബി എന്ന് പറയുമ്പോൾ ആകാൻ കഴിയുമെന്നുള്ളതാണ്. ഐ ക്യാൻ ബി എനിക്കാകാൻ പറ്റും, വി ക്യാൻ ബി ഞങ്ങൾക്കാകാൻ പറ്റുമെന്നുള്ള ലളിതമായ രീതിയിലാണ് നമ്മൾ സമീപിച്ചത്. പക്ഷേ ക്യാൻ ഹാവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇന്ന അർത്ഥമൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അത് സെൻറ്റൻസിൽ പ്രയോഗിക്കാൻ നേരത്ത് സന്ദർഭത്തിനനുസരിച്ച് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നമുക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്യാൻ ഹാവ്, നിങ്ങൾ ക്യാൻ ഹാവ് ഇപ്പം ശ്രദ്ധിക്കുമ്പോൾ ഇച്ചിരി കൂടെ ശ്രദ്ധയോടുകൂടി വേണം ഇത് കേൾക്കേണ്ടത്. അപ്പോൾ ഈ ക്യാൻ ഹാവ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഈ സ്പോക്കണ് വേണ്ടിയിട്ടല്ല കേട്ടോ, വർത്തമാനം പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമുക്കെന്തെങ്കിലുമൊക്കെ വായിക്കാൻ നേരത്തും മറ്റുമൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ വന്നാൽ ഇതെങ്ങനെയാണ് നമ്മളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സംസാരത്തിൽ ഇത് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ക്യാൻ ഹാവ് പ്രയോഗം വർത്തമാനത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നയാൾക്ക് അത് മനസ്സിലാകത്തുമില്ല, പിടിയും കിട്ടത്തില്ല. ഇപ്പം ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിടി കിട്ടും. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത വേറെ ഒരാളുടെയൊക്കെ നമ്മൾ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടും. അതുകൊണ്ട് അക്കാഡമിക് കാര്യത പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സ്പോക്കൺകാർ വർത്തമാനത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് തരുന്നത്, മറിച്ച് സ്പോക്കൺകാരെന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പ്രയോഗങ്ങൾ വന്നാൽ ആ ബുദ്ധിമുട്ടാതെ അർത്ഥം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവളൊരു നല്ല പാട്ടുകാരിയാണെന്ന് നമ്മൾ പറയുന്നു. അവളൊരു നല്ല പാട്ടുകാരിയാണ്, മത്സരത്തിൽ അവൾക്കൊരു സമ്മാനം കിട്ടും. ഇത് നമുക്ക് ക്യാൻ ഹാവ് പ്രയോഗത്തിൽ പറയാം. അവളൊരു പാട്ടുകാരിയാണെന്ന് നമ്മൾ പറയുന്നത് ഷീ ഈസ് എ ഗുഡ് സിംഗർ എന്ന് പറയുന്നു. അവളൊരു നല്ല പാട്ടുകാരിയാണ്, ഷീ ഈസ് എ ഗുഡ് സിംഗർ. മത്സരത്തിൽ അവൾക്ക് സമ്മാനം കിട്ടും. അവളെ കിട്ടുക എന്നുള്ള നേരിട്ടുള്ള വെർബ് നമ്മൾ പ്രയോഗിക്കേണ്ടതല്ല, ഈ ക്യാൻ ഹാവ് ഉപയോഗിച്ചാൽ മതി. ഷീ ക്യാൻ ഹാവ് എ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ. കണ്ട, അവിടെ കിട്ടുക എന്നുള്ള ഏതെങ്കിലും വെർബ് ഉപയോഗിച്ചോ? അപ്പോൾ ഷീ ക്യാൻ ഹാവ് എ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മത്സരത്തിൽ അവൾക്കൊരു സമ്മാനം കിട്ടും. ആ ക്യാൻ ഹാവ് എന്നുള്ളിടത്ത് എന്താ സത്യത്തിലൊരു വെർബ് വന്നത്? സന്ദർഭത്തിനനുസരിച്ച് ക്യാൻ ഗെറ്റ് എന്നായിപ്പോയി, അല്ലെങ്കിൽ ക്യാൻ വിൻ എന്നായിപ്പോയി, അല്ലേ? ഷീ ക്യാൻ വിൻ എ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ. അപ്പോൾ ഷീ ക്യാൻ ഹാവ് എ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ എന്നുള്ളത്
ശരിക്കുള്ള അർത്ഥം എന്താണ്? ഷീ ക്യാൻ വിൻ എ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ. മത്സരത്തിൽ അവൾക്കൊരു സമ്മാനം നേടാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പോക്കൺകാർ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ മതിയെന്ന്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. അവർക്ക് കാശുകാരാണെന്ന് ആഗ്രഹിക്കുന്നത് എന്തോ അവർക്ക് മേടിക്കാൻ പറ്റും. നമ്മളങ്ങനെയാണോ? അപ്പോൾ അവരൊക്കെ കാശുകാരാണ്. ദേ ആർ റിച്ച്. ദേ ക്യാൻ ഹാവ് എനിത്തിങ് ദേ വിഷ്. ദേ ക്യാൻ ഹാവ് എനിത്തിങ് ദേ വിഷ്. അവിടെ ദേ ക്യാൻ ഹാവ് എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് എന്താണെന്നറിയാവോ? ദേ ക്യാൻ ബൈ എനിത്തിങ് ദേ വിഷ്. അവരാഗ്രഹിക്കുന്ന എന്തും അവർക്ക് മേടിക്കാൻ പറ്റും. അപ്പം ദേ ക്യാൻ ബൈക്ക് പകരം നമ്മളിവിടെ ഉപയോഗിച്ച എന്താണ്? ദേ ക്യാൻ ഹാവ്. നേരത്തെ സെൻറ്റൻസിൽ ഷീ ക്യാൻ ഹാവ് എ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഷീ ക്യാൻ ഹാവ് എ പ്രൈസ്, അവിടെ എന്താ നമ്മളെടുത്തത്? ഷീ ക്യാൻ വിൻ എ പ്രൈസ് എന്നർത്ഥം എടുത്തല്ലേ? അവർക്ക് നേടാൻ കഴിയും, വിൻ. ഇവിടെ എന്താണ്? ദേ ക്യാൻ ഹാവ് എനിത്തിങ് ദേ വിഷ്. അപ്പം ദേ ക്യാൻ ഹാവ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ അർത്ഥം എടുത്തത്? ദേ ക്യാൻ ബൈ എനിത്തിങ്. ഇവിടെ എന്തും മേടിക്കാൻ കഴിയും. അവിടുത്തെ ക്യാൻ ഹാവിൻ്റെ അർത്ഥമല്ല നമ്മൾ ഇവിടുത്തെ ക്യാൻ ഹാവിലെടുത്തത്. സന്ദർഭം അനുസരിച്ച് അർത്ഥം നമ്മൾ സ്വീകരിക്കുക ചെയ്തത്. ഒരു ഉദാഹരണം കൂടെ പറയാം. മോനെ, നീ നന്നായിട്ട് പഠിക്ക്, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. നന്നായിട്ട് പഠിക്ക്, സ്റ്റഡി വെൽ. നിനക്കൊരു ഭാവി ഉണ്ടാകും, നിനക്കുണ്ടാകും. യു ക്യാൻ ഹാവ് ഒരു നല്ല ഭാവിയെ, ഗുഡ് ഫ്യൂച്ചർ. അപ്പം സ്റ്റഡി വെൽ, യു ക്യാൻ ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ. ഇവിടെ എന്താണ് യു ക്യാൻ ഹാവ്? ദാറ്റ് മീൻസ് യു ക്യാൻ ഏൺ, നിനക്ക് നേടാൻ കഴിയും എ ഗുഡ് ഫ്യൂച്ചർ. അത് തന്നെയാണ് വേണമെങ്കിൽ എന്താണ് വിൽ ഗെറ്റ് എന്നുള്ള അർത്ഥത്തിലും എടുക്കാം, നിനക്ക് കിട്ടും. ഇവിടെ ക്യാൻ ഹാവ് എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. യു ക്യാൻ ഹാവ് മീൻസ് യു ക്യാൻ ഏൺ എ ഗുഡ് ഫ്യൂച്ചർ. അപ്പം നന്നായിട്ട് പഠിക്ക്, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. ആദ്യം രണ്ടിടത്തും പറഞ്ഞ ക്യാൻ ഹാവിൻ്റെ അർത്ഥമല്ലല്ലോ ഇപ്പം ഇവിടെ വന്നത്. ഇതുപോലെ ഓരോ സെൻറ്റൻസും നമ്മൾ ക്യാൻ ഹാവ് വെച്ച് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ആ വെർബിൻ്റെ അർത്ഥമാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് സ്പോക്കൺകാർക്ക് വർത്തമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻ ഹാവ് പറഞ്ഞു തരുന്നതല്ല. പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കി ഇംഗ്ലീഷിൽ മുന്നേറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വായിക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം പ്രയോഗങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടരുത്. വളരെ എളുപ്പം ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വായിച്ചു പോകാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് അക്കാഡമിക്ക് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചും കൂടിയാണ്. പിന്നെ സ്പോക്കൺകാർക്കും ഈ പ്രയോഗം വെച്ചെടുക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോക്കൺകാർ ചെയ്യേണ്ടത്, ഇപ്പം അവൾക്ക് മത്സരത്തിൽ സമ്മാനം മേടിക്കുക എന്നുള്ളത് നമ്മളെന്താ പറഞ്ഞത്? ഷീ ക്യാൻ ഹാവ് എ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ അല്ലേ? അപ്പം നമ്മളിപ്പം പറഞ്ഞത് എന്താണ്? നമ്മൾ അന്നേരം പറഞ്ഞത് എന്താണ്? അവിടെ നമ്മൾ പറഞ്ഞു ഷീ ക്യാൻ ഹാവ് എന്നുള്ളത് ഷീ ക്യാൻ വിൻ എന്ന് പറഞ്ഞു. അപ്പോൾ സ്പോക്കൺകാരും സംസാരിക്കുമ്പം അഥവാ സംസാരിക്കേണ്ടി വന്നാൽ അവിടെ സ്പോക്കൺകാർ ഷീ ക്യാൻ വിൻ എന്നങ്ങ് ഉപയോഗിച്ച് വെച്ചാൽ മതി. ഷീ ക്യാൻ ഹാവ് എന്ന രീതിയിലേക്ക് പ്രയോഗിക്കരുത്. നമുക്കതറിയാമെങ്കിലും കേൾക്കുന്നയാൾക്കും കൂടെ അറിയണ്ടേ. നമ്മുടെ പാണ്ഡിത്യം വിളമ്പാനല്ലല്ലോ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് സ്പോക്കൺകാർക്ക് അവിടെ ഏതാണോ ഉചിതമായിട്ടുള്ള വെർബ് എടുക്കേണ്ടത്, ആ വെർബിൻ്റെ V1 അഥവാ ബേസ് രൂപമാണ് ഉപയോഗിക്കുന്നത്. അതിട്ടങ്ങ് സംസാരിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ക്യാനിൻ്റെ കൂടെ ബേസ് ഫോം അതായത് V1 ചേർക്കണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള ക്യാനിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ കാണുക. അതിൻ്റെ അകത്ത് വളരെ വിശദമായിട്ട് വിവിധ വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ നെഗറ്റീവും ക്വസ്റ്റ്യൻ പ്രയോഗങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടാൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ സാധാരണ മറ്റു വീഡിയോകളിലൊക്കെ ഞാൻ ഈ സെൻറ്റൻസുകൾ പറഞ്ഞു തന്നതിന് ശേഷം പോസിറ്റീവ് സെൻറ്റൻസിന് നെഗറ്റീവ് സെൻറ്റൻസ് മറ്റ് ക്വസ്റ്റ്യൻ രൂപങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇവിടെ ഞാനത് പറയുന്നില്ല. കാരണം ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ
അതിൻ്റെ ഘടനകളോ അല്ലെങ്കിൽ അതിൻ്റെ സമ്പ്രദായങ്ങളും വരികളോ ഒന്നും നമ്മൾ വർത്തമാനത്തിലൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതെ ഈ പോസിറ്റീവ് സെൻറ്റൻസ് അതാണ് നമ്മൾ കൂടുതലും, അതും ഈ പറയുന്നതിൻ്റെ ഇത് സ്പോക്കൺകാരോട് പറഞ്ഞല്ലേ, സ്പോക്കൺകാരത് ചുമ്മാ പറയേണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസും ക്വസ്റ്റ്യനിലെ ഭാഗത്തേക്കും കിടക്കുന്നില്ല. പിന്നെ ഇതുപയോഗിച്ചുകൊണ്ട് വിവിധ സന്ദർഭങ്ങളിൽ, വേറെയും ചില സന്ദർഭങ്ങളിൽ ഈ പ്രയോഗം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഇപ്പം ചില സാധ്യതകൾ പറയാനായിട്ട് നമ്മളിത് ഉപയോഗിക്കും. പോസിബിലിറ്റീസ്. നമുക്കെല്ലാവർക്കും അവിടെ സീറ്റ് കണ്ടേക്കുമെന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ എല്ലാവർക്കും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അവിടെ സീറ്റ് കണ്ടേക്കും. അപ്പോൾ നമ്മളതിന് പറയുന്നത് എന്താണ്? സാധ്യത നമ്മൾ ഉറച്ചൊരു സാധ്യത പറയുന്നതാണ്. വി ഓൾ ക്യാൻ ഹാവ് സീറ്റ്സ് ദയർ. കണ്ടില്ലേ? വി ഓൾ ക്യാൻ ഹാവ് സീറ്റ്സ് ദയർ. നമുക്കെല്ലാവർക്കും അവിടെ സീറ്റ് കണ്ടേക്കും. അവൻ അവളോട് സ്നേഹം കണ്ടേക്കുമെന്ന്. ഈ കണ്ടേക്കുമെന്നൊക്കെ ഉള്ള നാട്ടുപ്രയോഗമാണ്. അത് തന്നെയാണ് വേറെ ഒരു ഇച്ചിരി പറയുമ്പോഴത്തേക്ക് ഉണ്ടായേക്കും, ഉണ്ടായേക്കാം, ഉണ്ടായിരിക്കാം. അത് നാട്ടുഭാഷാ രീതിയിൽ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ അവന് അവളോട് സ്നേഹം കണ്ടേക്കും. എന്താണ്? ഹി ക്യാൻ ഹാവ് ലവ് ഫോർ ഹെർ. ഇത്തിരി നല്ല രീതിയിൽ ഞാൻ ഇച്ചിരി മുമ്പ് വിശദീകരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ മലയാളം ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു പോകുന്നത്. അവൾക്ക് സംഗീതത്തോട് താല്പര്യം കണ്ടേക്കും. ഷീ ക്യാൻ ഹാവ് ഇൻട്രസ്റ്റ്. അവൾക്ക് ഇൻട്രസ്റ്റ് കണ്ടേക്കും. ഷീ ക്യാൻ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്. ഇത് നമ്മൾ ഈ പെർമിഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ എനിക്കൊരു കപ്പ് ചായ കിട്ടുമോ എന്ന് നമ്മൾ ചോദിക്കും. എനിക്കൊരു ചായ കിട്ടുമോ? ക്യാൻ ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഈ ഒരു ചായ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ശരിക്കും ഗ്രാമർ മിസ്റ്റേക്കാണ് കേട്ടോ. ചായ എണ്ണാൻ പറ്റുന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പം എ കപ്പ് ഓഫ് കോഫി അല്ലെങ്കിൽ എ ഗ്ലാസ് ഓഫ് കോഫി എന്നൊക്കെ പറയുകയുള്ളൂ. എണ്ണാൻ പാടില്ലാത്തതിൻ്റെ കൂടെ ഒന്നും പിന്നെ അതിന് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. അപ്പോൾ അതിനൊന്നും എ ഒന്നും പറയത്തില്ല, എയോ റാനൊന്നും. പക്ഷേ നമ്മൾ സാധാരണഗതിയിലൊക്കെ മുറുക്കാൻ കട അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിലൊക്കെ ചെന്നിട്ട് 2 വെള്ളം താ, 2 നാരങ്ങ വെള്ളം. ചായക്കടയിൽ ചെന്നിട്ട് നമ്മൾ 2 ചായ 1 കാപ്പി, 1 വിത്തൗട്ട് ഇങ്ങനെ പറയും. പക്ഷേ ഈ ചായ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, സർബത്ത് ഇതൊക്കെ എണ്ണാൻ പറ്റുന്നതല്ല. അപ്പോൾ അവിടെ ഈ എ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എ ഗ്ലാസ് ഓഫ് കോഫി, എ ഗ്ലാസ് ഓഫ് ലൈം ജ്യൂസ് അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ നാട്ടുവർത്തമാനത്തിൽ ആ ഗ്രാമറിന്, വ്യാകരണത്തിന് വലിയ പ്രസക്തിയില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയുക, ക്യാൻ ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ അല്ലെ കോഫി. അപ്പോൾ 1 ചായ അല്ലെങ്കിൽ 2 ചായ, 1 നാരങ്ങ വെള്ളം ഇതൊക്കെ പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്കാണ്. 1 കപ്പ് ചായ, 1 ഗ്ലാസ് നാരങ്ങ വെള്ളം അതാണ് ശരി. പക്ഷേ സ്പോക്കണിൽ അത് നമുക്ക് അനുവദനീയമാണ്. ഇനി ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് ശരിയായില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുക, ഇത് ചെയ്യാൻ എനിക്കൊരു അവസരം കൂടി തരുമോ? ഒരവസരം കൂടി കിട്ടുമോ? ക്യാൻ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ ക്യാൻ ഐ ഗെറ്റ് എന്നാണ്. ക്യാൻ ഐ ഹാവ് എ ചാൻസ് അഗൈൻ ടു ഡു ദിസ്. എനിക്കിത് ചെയ്യാനായിട്ടൊരു അവസരം കൂടി കിട്ടുമോ? അപ്പോൾ അവിടെ ക്യാൻ ഐ ഹാവ്, ക്യാൻ ഐ ഗെറ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇവിടെ പ്രവേശിക്കാനായിട്ട് താങ്കളുടെ അനുവാദം ഞങ്ങൾക്കുണ്ടാകുമോ എന്ന് ചോദിക്കണം. ഈ ക്യാൻ ഹാവ് വെച്ച് പറയാം. ക്യാൻ വി ഹാവ്, ഞങ്ങൾക്കുണ്ടാകുമോ, കിട്ടുമോ? ക്യാൻ വി ഹാവ് പെർമിഷൻ ടു എൻ്റർ ഹിയർ. ഇങ്ങനെ പെർമിഷൻ ചോദിക്കാൻ അല്ലെങ്കിൽ കാണിക്കാനായിട്ടും ക്യാൻ ഹാവ് ഉപയോഗിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനത്തിലൊരു സങ്കീർണമായൊരു കാര്യമാണ്, കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ നമ്മളിതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് വായിക്കാൻ തോന്നും. പലതും എടുത്ത് വെച്ച് നമ്മൾ നോക്കും, ഇത്തരം പ്രയോഗങ്ങൾ വരും. അപ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ നമ്മളിത് പഠിച്ചു വെക്കണം. ഇതിൻ്റെ നെഗറ്റീവും ക്വസ്റ്റ്യനൊന്നും പറയാത്തത് ഇതിന് പ്രസക്തി വലുതായിട്ടില്ല. അക്കാഡമിക് കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് ആക്കണമെങ്കിൽ, നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്യാനിൻ്റെ വലതുവശത്ത് നോട്ട് ചേർക്കുക,
ക്വസ്റ്റ്യൻ ആക്കണേ ക്യാൻ എടുത്ത് ആരംഭത്തിൽ കൊണ്ടുവരിക, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ക്യാൻ എടുത്ത് ആരംഭത്തിൽ കൊണ്ടുവന്ന് ഇൻഡ് ചേർക്കുക, അത് പഴയതുപോലെ തന്നെ ചെയ്യുക. മെയിനായിട്ട് ഈ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഈ സ്ട്രക്ചറ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പഠിച്ചത് മോഡൽ ഓക്സിലറി ക്യാനിൻ്റെ കൂടെ ബി ചേർത്തുള്ള ക്യാൻ ബി പ്രയോഗം, ക്യാനിൻ്റെ കൂടെ ഹാവ് ചേർന്നുള്ള ക്യാൻ ഹാവ് പ്രയോഗം, അതായത് മോഡൽ വെർബ് ഫ്രേസസ് ആണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇപ്പം മുൻ വീഡിയോകളിലായിട്ട് ഇതേപോലെ തന്നെ വിൽ ബി വിൽ ഹാവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാനും കരുതുന്നു. ഷുഡ് ബി ഷുഡ് ഹാവ് നമ്മൾ ചെയ്തു, അതുപോലെ മേ ബി മേ ഹാവ് ചെയ്തു. അങ്ങനെ മോഡൽ ഓക്സിലറിപ്പെട്ട എല്ലാത്തിൻ്റെയും ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നിങ്ങളുടെയൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം ക്യാൻ ബിയും ക്യാൻ ഹാവും ആയി. ഇനി നമുക്ക് കുഡ് ബിയും കുഡ് ഹാവും പുറകെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ വൺ ബൈ വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് വർത്തമാനം പറയാനായിട്ടുള്ള സാധ്യത ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് കഴിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പരമാവധി ആത്മാർത്ഥതയോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം ഈ വീഡിയോകളിലെല്ലാം തന്നെ പൊതുവേ ഒരു ഔട്ട്ലുക്ക് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് പതിച്ച് കഴിഞ്ഞിട്ട് മുങ്ങാങ്കുഴി ഇടുക, പലതും തപ്പുക എന്നുള്ളത് പോലെ ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഓരോന്നോരോന്ന് കയ്യിലേക്ക് വരുമ്പോഴും നിങ്ങളത് കൂടുതൽ പ്രയോജനപ്പെടുത്തുക, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും, ഗുഡ് വിഷസ്, ഗുഡ് ബൈ.